നമസ്കാരം. ശബരിമലയിൽ ആചാരലംഘനം നടത്തി യുവതീ പ്രവേശനം നടത്തിയ പിണറായി വിജയന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അയ്യപ്പ കോപത്തിൽ നിന്നും രക്ഷയില്ല. കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായ പിണറായിയെ മുന്നിലിരുത്തി കെ.എൻ. ബാലഗോപാൽ അധിക്ഷേപിക്കും വിധം സംസാരിച്ചതുവരെ അയ്യപ്പ കോപത്തിന്റെ തുടർച്ചയായാണ് സോഷ്യൽ മീഡിയകളുടെ സംസാരം. സർവശക്തനായ പിണറായിയുടെ പതനത്തിന് കാരണം പിണറായിയെ വിടാതെ പിന്തുടരുന്ന അയ്യപ്പ കോൺബോ ആണെന്നാണ് സംസാരം. അയ്യപ്പ കോപം ശമിപ്പിക്കാൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയെങ്കിലും അതൊന്നും ഫലവത്താകാത്ത അവസ്ഥയിലുമാണ്. ദൂർത്തിന്റെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം വിമർശിക്കപ്പെട്ടു. മുഷ്ടി ചുരുട്ടി അയ്യപ്പ മന്ത്രം ചൊല്ലിയ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും വിവാദത്തിലായി. പ്രശാന്ത് ആണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ പ്രതി ചേർക്കപ്പെടുന്ന അവസ്ഥയിലുമാണ്. യുവതികളെ പ്രവേശിപ്പിച്ച് ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയതിന് നേതൃത്വം നൽകിയ പിണറായിക്ക് പിന്നെ സ്വസ്ഥമായി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കാനും കഴിഞ്ഞില്ല. CPM-ൽ സർവശക്തനും മുഖ്യമന്ത്രിയുമായി നിന്ന സമയത്താണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് പിണറായി വിജയൻ തീരുമാനമെടുത്തതെങ്കിലും അതിനുശേഷം പിണറായിക്ക് തിരിച്ചടികളുടെ കാലമായി. സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ചാണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് പിണറായി ഒരുങ്ങിയതെങ്കിലും അന്നു തന്നെ CPM-ൽ എതിരഭിപ്രായവും ഉണ്ടായിരുന്നു. യുവതീ പ്രവേശനത്തിന് ശേഷം മുഖ്യമന്ത്രിക്കും കേരളത്തിനും പിന്നീട് ദുർദശയായി. കോവിഡ്, ഓക്കി, മഹാപ്രളയം, നിപ്പ എന്നീ ദുരന്തങ്ങളിൽ കേരളം മുങ്ങി. അനേകർക്ക് ജീവനാശം സംഭവിച്ചു എന്നതിനു പുറമെ സാമ്പത്തികമായും കേരളം തകർന്നടിഞ്ഞു. ഇതിന് നേതൃത്വം നൽകിയ പിണറായിക്കും ഇതിന് ചൂട്ടുപിടിച്ചവർക്കും പിന്നീട് മനസമാധാനം ഉണ്ടായില്ല. പിണറായി വിജയൻ വിദേശത്ത് പോയപ്പോഴൊക്കെ അവിടെ ദുരന്തങ്ങളും എത്തി. ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷം ഓക്കിയും മഹാപ്രളയവും നിപ്പയും ഒക്കെ വന്നതോടെ ഇതെല്ലാം ശബരിമലയുമായി കൂട്ടി വായിക്കപ്പെടുകയും ചെയ്തു. പിണറായിക്ക് മനസമാധാനത്തോടെ ഭരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. CMRL എക്സാലോജി കേസ് വെളിയിൽ വന്നു. വീണ വിജയൻ SFIയുടെയും EDയുടെയും റഡാറിലായി. നിരന്തരം കേന്ദ്ര ഏജൻസികൾ വീണയെ ചോദ്യം ചെയ്തു. പലകുറി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡും വന്നു. അദ്ദേഹത്തിന് മനസമാധാനം നഷ്ടമായ അവസ്ഥയിലായി. അസുഖങ്ങളും ശാരീരിക അസ്വസ്ഥതകളും പിണറായിയെ വേട്ടയാടി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിന് സഭയിൽ അടക്കം അപമാനങ്ങളും വന്നു. വീട്ടിലെ ED റെയ്ഡ് നടത്തിയപ്പോൾ EDക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ പേരിൽ സഖാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അവർക്ക് ഇതുവരെ ജാമ്യം പോലും ലഭിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വരെ പിണറായി ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ അടക്കം മുഴുവൻ അംഗങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ജയിലഴികൾക്കുള്ളിലായി. അതിനുശേഷം വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവും ജയിലിലായി. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരിക്കും പിന്നീട് ഉറക്കമില്ലാത്ത നാളുകളായി. മകൻ ബിനീഷ് കോടിയേരി കർണാടക ജയിലിലേക്ക് നീങ്ങുന്നത് അദ്ദേഹത്തിന് കണ്ടു നിൽക്കേണ്ടി വന്നു. ജാമ്യമില്ലാതെ മാസങ്ങളാണ് ബിനീഷ് ജയിലിൽ കഴിഞ്ഞത്. ബിനീഷിന്റെ അറസ്റ്റ് വന്നതോടെ കോടിയേരിയുടെ പാർട്ടി സെക്രട്ടറി സ്ഥാനവും നഷ്ടമായി. ബിനീഷ് പിന്നീട് ജയിലിൽ നിന്നും തിരികെ വന്നപ്പോഴാണ് വീണ്ടും സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ കോടിയേരിക്ക് കഴിഞ്ഞത്. പാർട്ടി സെക്രട്ടറി ആയിരിക്കെ തന്നെ കോടിയേരി വിട പറയുകയും ചെയ്തു. CPM-നും തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി വന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞു എന്നല്ലാതെ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിയും മുന്നണിയും തകർന്നടിഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത പ്രതിസന്ധിയിലും. പിണറായിക്ക് വന്ന തിരിച്ചടിയും CPM-ന്റെ തകർച്ചയുമെല്ലാം അയ്യപ്പ കോപവുമായി തന്നെയാണ് ഇപ്പോഴും കൂട്ടി വായിക്കപ്പെടുന്നത്.